ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ് 2026 അക്ഷരകൈരളി പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള +1 തുല്യതയുടെ പൊളിറ്റിക്കൽ സയൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാം റിലേറ്റഡ് ക്ലാസ്സുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 16 മാർക്കുകൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരായിരുന്നു? പാർട്ട് 1 പേജ് നമ്പർ 17 നിന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻസ്: ഡോക്ടർ BR അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ. ആൻസർ: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻസർ: ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ കരട് സമിതി ചെയർമാൻ ആയിരുന്നു BR അംബേദ്കർ. ഭരണഘടനയുടെ കരട് സമിതി ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അടിസ്ഥാന അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ഗോത്രവർഗ മേഖലകൾ എന്നിവ സംബന്ധിച്ച ഉപദേശക സമിതിയുടെ ചെയർമാൻ ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അടിസ്ഥാന അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, ഗോത്രവർഗ മേഖലകൾ എന്നിവ സംബന്ധിച്ച ഉപദേശക സമിതിയുടെ ചെയർമാൻ ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് വിവരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് വിവരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? പാർട്ട് 1 പേജ് നമ്പർ 155 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ: ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് വിവരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ആർട്ടിക്കിൾ 368. ആർട്ടിക്കിൾ 324. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച വ്യവസ്ഥകൾ പറയുന്നു. ആർട്ടിക്കിൾ 324 ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സംബന്ധിച്ച വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 356 സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം, പ്രസിഡന്റ്സ് റൂൾ ഏർപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 356 സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതിനുള്ള വ്യവസ്ഥ. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതിനുള്ള വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും 1882 തദ്ദേശ ഗവൺമെന്റിന്റെ അടിത്തറ പാകിയത് ആരെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും 1882 തദ്ദേശ ഗവൺമെന്റിന് അടിത്തറ പാകിയത് ആരെന്ന് കണ്ടെത്തുക. പാർട്ട് 1 പേജ് നമ്പർ 139 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ: റിപ്പൺ പ്രഭു. ആൻസർ: റിപ്പൺ പ്രഭു. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. രാജീവ് ഗാന്ധി. പഞ്ചായത്തി രാജ് ഭരണഘടനാ പദവി നൽകാൻ ശ്രമിച്ചു. പഞ്ചായത്തി രാജിന് ഭരണഘടനാ പദവി നൽകാൻ ശ്രമിച്ചു. ബൽവന്ത് റായ് മെഹ്ത്ത 1957 ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ശുപാർശ ചെയ്തു. ബൽവന്ത് റായ് മെഹ്ത്ത 1957 ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ശുപാർശ ചെയ്തു. PK തുങ്കൻ തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട് തുങ്കൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. PK തുങ്കൻ തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട് തുങ്കൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. പാർട്ട് 1 പേജ് നമ്പർ 121 നിന്നുള്ള ചോദ്യമാണ്. ആൻസർ: വനം. ആൻസർ: വനം. വനം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് വനം. വനം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു.
കൃഷി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. കൃഷി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ബാങ്കിംഗ് ആൻഡ് റെയിൽവേ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ബാങ്കിംഗ് ആൻഡ് റെയിൽവേ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 5. നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. പാർട്ട് 1 പേജ് നമ്പർ 75 നിന്നുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ സിവിൽ സർവീസ്. ഇന്ത്യയിലെ സിവിൽ സർവീസിനെ 3ആയി തിരിക്കാം. 2 കോളം തന്നിട്ടില്ല. കേന്ദ്ര സർവീസ് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി 2 കോളം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ സിവിൽ സർവീസിനെ 3ആയി തിരിക്കാം. ഇന്ത്യയിലെ സിവിൽ സർവീസിനെ 3ആയി തിരിക്കാം. ആൻസർ: അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ് കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്ന് നിയന്ത്രിക്കുന്ന സേവനങ്ങളാണ് അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്ന് നിയന്ത്രിക്കുന്ന സേവനങ്ങളാണ് അഖിലേന്ത്യാ സർവീസുകൾ ഉൾപ്പെടുന്നത്. ഉദാഹരണം: IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നിവ ഇതിൽ ഉൾപ്പെടും. 2 കേന്ദ്ര സർവീസ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ സേവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെടും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ സേവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെടും. ഉദാഹരണം: ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്നിവ. 3 സംസ്ഥാന സർവീസ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സേവനങ്ങൾ ഉൾപ്പെടുന്നതാണ് സംസ്ഥാന സർവീസ്. സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സേവനങ്ങൾ ഉൾപ്പെടുന്നതാണ് സംസ്ഥാന സർവീസ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട പിരമിഡ് പൂർത്തിയാക്കുക. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട പിരമിഡ് പൂർത്തിയാക്കുക. പാർട്ട് 1 പേജ് നമ്പർ 104 നിന്നുള്ള ചോദ്യമാണ്. തന്നിരിക്കുന്ന പിരമിഡ് ഫില്ല് ചെയ്യാനാണ്. പിരമിഡിൽ താഴെ നിന്ന് നോക്കാം. കീഴ്ക്കോടതികൾ, ജില്ലാ കോടതികൾ, ഹൈക്കോടതികൾ, സുപ്രീം കോടതി. കീഴ്ക്കോടതികൾ, ജില്ലാ കോടതികൾ, ഹൈക്കോടതികൾ, സുപ്രീം കോടതി. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നത് കീഴ്ക്കോടതിയാണ്. ജില്ലാ കോടതി ജില്ലയിൽ ഉണ്ടാകുന്ന എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നു. ജില്ലയിൽ ഉണ്ടാകുന്ന എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നു. ഹൈക്കോടതി ഓരോ സംസ്ഥാനത്തിന്റെയോ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെയോ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. ഓരോ സംസ്ഥാനത്തിന്റെയോ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെയോ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ക്വസ്റ്റ്യൻ നമ്പർ 7. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും കേവല ഭൂരിപക്ഷ വ്യവസ്ഥ FPTP യുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തി എഴുതുക. ഓപ്ഷൻസ്: രാജ്യത്തെ നിരവധി ചെറിയ നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. B. സമ്മതിദായകർ രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യുന്നു. C. ഓരോ കക്ഷിക്കും അവർക്ക് ലഭിച്ച വോട്ടുകൾക്ക് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു. D. സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. E. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ആൻസർ: തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ A, D, E ഇവ 3ഉം കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടേതാണ്. ബിയും സിയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ വരുന്ന പോയിന്റുകളാണ്. പോയിന്റ്സ് നോക്കാം. രാജ്യത്തെ നിരവധി ചെറിയ നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. രാജ്യത്തെ നിരവധി ചെറിയ നിയോജക മണ്ഡലങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. സമ്മതിദായകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. ഇവ 3ഉം കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടവയാണ്. ബിയും സിയും സമ്മതിദായകർ രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യുന്നു. ഓരോ കക്ഷിക്കും അവർക്ക് ലഭിച്ച വോട്ടുകൾക്ക് ആനുപാതികമായി സീറ്റ് ലഭിക്കുന്നു. ഇവ രണ്ടും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. ചുവടെ നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. പാർട്ട് 2 പേജ് നമ്പർ 37 നിന്നുള്ള ചോദ്യമാണ്. സമത്വത്തിന്റെ 3 തലങ്ങൾ. സമത്വം: രാഷ്ട്രീയ സമത്വം, സാമ്പത്തിക സമത്വം, സാമൂഹിക സമത്വം. രാഷ്ട്രീയ സമത്വം, സാമ്പത്തിക സമത്വം, സാമൂഹിക സമത്വം. രാഷ്ട്രീയ സമത്വം: എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയ അവകാശങ്ങളിൽ തുല്യ അവസരം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ സമത്വം.
എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയ അവകാശങ്ങളിൽ തുല്യ അവസരം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ സമത്വം. സാമ്പത്തിക സമത്വം. എല്ലാവർക്കും സാമ്പത്തികമായി മുന്നേറാൻ തുല്യ അവസരവും ചൂഷണരഹിത ജീവിതവും ഉറപ്പാക്കുന്നതാണ് സാമ്പത്തിക സമത്വം. എല്ലാവർക്കും സാമ്പത്തികമായി മുന്നേറാൻ തുല്യ അവസരവും ചൂഷണരഹിത ജീവിതവും ഉറപ്പാക്കുന്നതാണ് സാമ്പത്തിക സമത്വം. സാമൂഹിക സമത്വം. ജാതി, മതം, ലിംഗം, വർഗം എന്നിവയുടെ പേരിൽ വിവേചനം ഇല്ലാതെ എല്ലാവരെയും തുല്യമായി കാണുന്നതാണ് സാമൂഹിക സമത്വം. ജാതി, മതം, ലിംഗം, വർഗം എന്നിവയുടെ പേരിൽ വിവേചനമില്ലാതെ എല്ലാവരെയും തുല്യരായി കാണുന്നതാണ് സാമൂഹിക സമത്വം. ക്വസ്റ്റ്യൻ നമ്പർ 9. ചില അവകാശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ശരിയായി പട്ടികയിൽ ക്രമീകരിക്കുക. ചില അവകാശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ശരിയായി പട്ടികയിൽ ക്രമീകരിക്കുക. പാർട്ട് 2 പേജ് നമ്പർ 62 നിന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻസ്: ജോലി ചെയ്യാനുള്ള അവകാശം, നിയമത്തിന് മുന്നിൽ തുല്യത, വോട്ട് ചെയ്യാനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, വിശ്രമത്തിനുള്ള അവകാശം, ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കുന്നതിനുള്ള അവകാശം. 3 കോളമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ അവകാശം, സാമ്പത്തിക അവകാശം, പൗരാവകാശം. രാഷ്ട്രീയ അവകാശത്തിൽ വരുന്നത് വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം, വോട്ട് ചെയ്യാനുള്ള അവകാശം, ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കുന്നതിനുള്ള അവകാശം, ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കുന്നതിനുള്ള അവകാശം, വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം, ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കുന്നതിനുള്ള അവകാശം. സാമ്പത്തിക അവകാശത്തിൽ വരുന്നത് ജോലി ചെയ്യാനുള്ള അവകാശം, വിശ്രമത്തിനുള്ള അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം, വിശ്രമത്തിനുള്ള അവകാശം. പൗരാവകാശത്തിൽ വരുന്നത് നിയമത്തിന് മുന്നിൽ തുല്യത, അഭിപ്രായ സ്വാതന്ത്ര്യം, നിയമത്തിന് മുന്നിൽ തുല്യത, അഭിപ്രായ സ്വാതന്ത്ര്യം. ക്വസ്റ്റ്യൻ നമ്പർ 10. ചേരുംപടി ചേർക്കുക. പാർട്ട് 2 പേജ് നമ്പർ 29, 49 എന്നീ പേജുകളിൽ നിന്നുള്ള ചോദ്യമാണ്. എ കോളം. ഓപ്ഷൻസ്: സ്വാതന്ത്ര്യത്തിലേക്ക്, ഹിന്ദ് സ്വരാജ്, നീതി സിദ്ധാന്തം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. ബി. ജോൺ റോൾസ്, നെൽസൺ മണ്ടേല, JS മിൽ, മഹാത്മാഗാന്ധി. എ കോളത്തിൽ ഗ്രന്ഥങ്ങളും ബി കോളത്തിൽ അവ എഴുതിയ വ്യക്തികളുമാണ്. ഒന്ന് മാച്ച് ചെയ്യാം. 1. സ്വാതന്ത്ര്യത്തിലേക്ക്. സ്വാതന്ത്ര്യത്തിലേക്ക് JS മിൽ, JS മിൽ. 2. ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് മഹാത്മാഗാന്ധി, ഹിന്ദ് സ്വരാജ് മഹാത്മാഗാന്ധി. 3. നീതി സിദ്ധാന്തം ജോൺ റോൾസ്, നീതി സിദ്ധാന്തം ജോൺ റോൾസ്. 4. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 3 സ്കോർ വീതമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. വികസനത്തിന്റെ പാരിസ്ഥിതിക ചെലവിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. വികസനത്തിന്റെ പാരിസ്ഥിതിക ചെലവിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ: സാമ്പത്തിക വികസനത്തിനും വ്യവസായവൽക്കരണത്തിനും നഗരവൽക്കരണത്തിനും വലിയ പ്രാധാന്യമുണ്ടെങ്കിലും അവ പ്രകൃതിക്കും പരിസ്ഥിതിക്കും നിരവധി ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നു. സാമ്പത്തിക വികസനത്തിനും വ്യവസായവൽക്കരണത്തിനും നഗരവൽക്കരണത്തിനും വലിയ പ്രാധാന്യമുണ്ടെങ്കിലും അവ പ്രകൃതിക്കും പരിസ്ഥിതിക്കും നിരവധി ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നു. വികസനത്തിന്റെ ഫലമായി പരിസ്ഥിതിക്കുണ്ടാകുന്ന ഈ ദോഷഫലങ്ങളെയാണ് വികസനത്തിന്റെ പാരിസ്ഥിതിക ചെലവ് എന്ന് പറയുന്നത്. വികസനത്തിന്റെ ഫലമായി പരിസ്ഥിതിക്കുണ്ടാകുന്ന ഈ ദോഷഫലങ്ങളെയാണ് വികസനത്തിന്റെ പാരിസ്ഥിതിക ചെലവ് എന്ന് പറയുന്നത്. പാരിസ്ഥിതിക ചെലവുകൾ: 1. വനനശീകരണം, 2. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം, 3. മലിനീകരണം, 4. കാലാവസ്ഥാ വ്യതിയാനം. 1. വനനശീകരണം, 2. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം, 3. മലിനീകരണം, 4. കാലാവസ്ഥാ വ്യതിയാനം. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര വികസനം മാത്രമാണ് മനുഷ്യന്റെയും പ്രകൃതിയുടെയും ദീർഘകാല ക്ഷേമം ഉറപ്പാക്കുന്നത്. അതിനാൽ വികസന പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സൗഹൃദമായിരിക്കണം. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര വികസനം മാത്രമാണ് മനുഷ്യന്റെയും പ്രകൃതിയുടെയും ദീർഘകാല ക്ഷേമം ഉറപ്പാക്കുന്നത്. അതിനാൽ വികസന പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സൗഹൃദമായിരിക്കണം. പാർട്ട് 2 പേജ് നമ്പർ 115 ഇതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നോക്കുക.
ക്വസ്റ്റ്യൻ നമ്പർ 12. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഏതെങ്കിലും 3 വിമർശനങ്ങൾ എഴുതുക. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഏതെങ്കിലും 3 വിമർശനങ്ങൾ എഴുതുക. പാർട്ട് 1, പേജ് നമ്പർ 173. ആൻസർ: ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടനകളിലൊന്നായി കണക്കാക്കപ്പെടുന്നുവെങ്കിലും അതിനെതിരെ ചില വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. 3 വിമർശനങ്ങൾ. 1. ഒതുക്കമില്ലായ്മ. ഇന്ത്യൻ ഭരണഘടന വളരെ വിപുലവും ദൈർഘ്യമേറിയതുമാണ്. വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയതിനാൽ അത് സങ്കീർണമാണെന്ന വിമർശനമുണ്ട്. ഇന്ത്യൻ ഭരണഘടന വളരെ വിപുലവും ദൈർഘ്യമേറിയതുമാണ്. വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയതിനാൽ അത് സങ്കീർണമാണെന്ന വിമർശനമുണ്ട്. 2. പ്രാതിനിധ്യമില്ലായ്മ. ഭരണഘടനാ നിർമ്മാണ സഭ പൊതുവോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതല്ല. അതിനാൽ അത് ജനങ്ങളുടെ യഥാർത്ഥ പ്രതിനിധിയല്ലെന്ന വിമർശനം ഉയരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ പൊതുവോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതല്ല. അതിനാൽ അത് ജനങ്ങളുടെ യഥാർത്ഥ പ്രതിനിധിയല്ലെന്ന വിമർശനം ഉയരുന്നു. 3. തികച്ചും വൈദേശികമായ ഒരു പ്രമാണം. ഇന്ത്യൻ ഭരണഘടനയിലെ നിരവധി വ്യവസ്ഥകൾ ബ്രിട്ടൻ, അമേരിക്ക, അയർലൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്. അതിനാൽ ഇത് തികച്ചും മൗലികമല്ലെന്ന വിമർശനമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ നിരവധി വ്യവസ്ഥകൾ ബ്രിട്ടൻ, അമേരിക്ക, അയർലൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്. അതിനാൽ ഇത് തികച്ചും മൗലികമല്ലെന്ന വിമർശനമുണ്ട്. ഈ വിമർശനങ്ങൾ ഉണ്ടായിരുന്നാലും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശക്തമായ അടിത്തറയായി ഇന്നും നിലകൊള്ളുന്നു. ഈ വിമർശനങ്ങൾ ഉണ്ടായിരുന്നാലും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശക്തമായ അടിത്തറയായി ഇന്നും നിലകൊള്ളുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ എഴുതുക. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ എഴുതുക. പാർട്ട് 1, പേജ് നമ്പർ 155. ആൻസർ: ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള സംവിധാനം അനുച്ഛേദം 368 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള സംവിധാനം അനുച്ഛേദം 368 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള 3 മാർഗങ്ങൾ. 1. കേവല ഭൂരിപക്ഷത്തിൽ പാസാക്കാവുന്ന ഭേദഗതികൾ. രാജ്യസഭയിലും ലോകസഭയിലും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷ പിന്തുണയോടെ ബിൽ പാസാക്കുകയും രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്താൽ ഭേദഗതി നിലവിൽ വരും. സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം, സംസ്ഥാനങ്ങളുടെ രൂപീകരണം തുടങ്ങിയവ ഇത്തരത്തിൽ ഭേദഗതി ചെയ്യാം. കേവല ഭൂരിപക്ഷത്തിൽ പാസാക്കുന്ന ഭേദഗതികൾ. രാജ്യസഭയിലും ലോകസഭയിലും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷ പിന്തുണയോടെ ബിൽ പാസാക്കുകയും രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്താൽ ഭേദഗതി നിലവിൽ വരും. സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം, സംസ്ഥാനങ്ങളുടെ രൂപീകരണം തുടങ്ങിയവ ഇത്തരത്തിൽ ഭേദഗതി ചെയ്യാം. 2. പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കാൻ കഴിയുന്ന ഭേദഗതികൾ. ഓരോ സഭയിലും ആകെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷവും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷവും ആവശ്യമാണ്. ഓരോ സഭയിലും ആകെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷവും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷവും ആവശ്യമാണ്. 3. പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമായ ഭേദഗതികൾ. പാർലമെന്റിൽ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ബിൽ പാസാക്കുകയും പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമാണ്. പാർലമെന്റിൽ പ്രത്യേക ഭൂരിപക്ഷത്തോടെ ബിൽ പാസാക്കുകയും
പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആവശ്യമായ മാറ്റങ്ങൾ ജനാധിപത്യപരമായി കൊണ്ടുവരാൻ ഈ 3 ഭേദഗതി മാർഗങ്ങൾ സഹായിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ആവശ്യമായ മാറ്റങ്ങൾ ജനാധിപത്യപരമായി കൊണ്ടുവരാൻ ഈ 3 ഭേദഗതി മാർഗങ്ങൾ സഹായിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 14. ഘടനാപരമായ ഹിംസയുടെ ഏതെങ്കിലും 3 രൂപങ്ങൾ വിശദമാക്കുക. ഘടനാപരമായ ഹിംസയുടെ ഏതെങ്കിലും 3 രൂപങ്ങൾ വിശദമാക്കുക. പാർട്ട് 2, പേജ് നമ്പർ 103. ആൻസർ: സമൂഹത്തിലെ അസമത്വങ്ങളും അനീതികളും മൂലം വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഘടനാപരമായ ഹിംസ. സമൂഹത്തിലെ അസമത്വങ്ങളും അനീതികളും മൂലം വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഘടനാപരമായ ഹിംസ. 3 രൂപങ്ങൾ. 1. ജാതി വ്യവസ്ഥയും വർഗവിഭജനവും. ജാതി വ്യവസ്ഥയും വർഗവിഭജനവും. ജാതിയുടെയോ വർഗത്തിന്റെയോ പേരിൽ ആളുകളെ തരം താഴ്ത്തി കാണിക്കുകയും അവസരങ്ങളുടെ അവകാശങ്ങളും നിഷേധിക്കുകയും ചെയ്യുന്നു. ജാതിയുടെയോ വർഗത്തിന്റെയോ പേരിൽ ആളുകളെ തരം താഴ്ത്തി കാണിക്കുകയും അവസരങ്ങളും അവകാശങ്ങളും നിഷേധിക്കുകയും ചെയ്യുന്നു. 2. പുരുഷാധിപത്യം. പുരുഷാധിപത്യം സ്ത്രീകൾക്കെതിരായ വിവേചനം, വിദ്യാഭ്യാസം, തൊഴിൽ, സ്വത്ത് എന്നിവയിൽ തുല്യ അവകാശം നിഷേധിക്കൽ തുടങ്ങിയ ലിംഗപരമായ അസമത്വങ്ങൾ. സ്ത്രീകൾക്കെതിരായ വിവേചനം, വിദ്യാഭ്യാസം, തൊഴിൽ, സ്വത്ത് എന്നിവയിൽ തുല്യ അവകാശം നിഷേധിക്കൽ തുടങ്ങിയ ലിംഗപരമായ അസമത്വങ്ങൾ. 3. കൊളോണിയലിസം. 3. കൊളോണിയലിസം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അധീനപ്പെടുത്തി അവിടുത്തെ ജനങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ചൂഷണം ചെയ്യുന്നതാണ് കൊളോണിയലിസം. ഇത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ അനീതിക്ക് കാരണമാകുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അധീനപ്പെടുത്തി അവിടുത്തെ ജനങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ചൂഷണം ചെയ്യുന്നതാണ് കൊളോണിയലിസം. ഇത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ അനീതിക്ക് കാരണമാകുന്നു. സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ഘടനാപരമായ ഹിംസ കുറയ്ക്കാൻ കഴിയൂ. സാമൂഹിക നീതിയും സമത്വവും ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ഘടനാപരമായ ഹിംസ കുറയ്ക്കാൻ കഴിയൂ. ക്വസ്റ്റ്യൻ നമ്പർ 15. രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചുരുക്കി എഴുതുക. രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചുരുക്കി എഴുതുക. പാർട്ട് 2, പേജ് നമ്പർ 12. ആൻസർ: രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആശയങ്ങളെയും തത്വങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് രാഷ്ട്രീയ സിദ്ധാന്തം. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആശയങ്ങളെയും തത്വങ്ങളെയും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് രാഷ്ട്രീയ സിദ്ധാന്തം. രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടതിന്റെ ആവശ്യകത. 1. രാഷ്ട്രീയ ജീവിതത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. രാഷ്ട്രീയ ജീവിതത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. രാഷ്ട്രം, സർക്കാർ, അധികാരം, ജനാധിപത്യം, നീതി തുടങ്ങിയ ആശയങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. രാഷ്ട്രം, സർക്കാർ, അധികാരം, ജനാധിപത്യം, നീതി തുടങ്ങിയ ആശയങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. 2. രാഷ്ട്രീയ സ്ഥാപനങ്ങളെ വിലയിരുത്താൻ സഹായിക്കുന്നു. രാഷ്ട്രീയ സ്ഥാപനങ്ങളെ വിലയിരുത്താൻ സഹായിക്കുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, പൊതുനയങ്ങൾ, നിയമങ്ങൾ എന്നിവ വിമർശനാത്മകമായി വിലയിരുത്താൻ കഴിയും. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, പൊതുനയങ്ങൾ, നിയമങ്ങൾ എന്നിവ വിമർശനാത്മകമായി വിലയിരുത്താൻ കഴിയും. 3. നല്ല പൗരന്മാരെ വളർത്തുന്നു. നല്ല പൗരന്മാരെ വളർത്തുന്നു. പൗരാവകാശങ്ങൾ, കടമകൾ, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചുള്ള ബോധം വളർത്തി ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുന്നു. പൗരാവകാശങ്ങൾ, കടമകൾ, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെക്കുറിച്ചുള്ള ബോധം വളർത്തി ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ സിദ്ധാന്തം
രാഷ്ട്രീയ ബോധം വളർത്തുകയും ജനാധിപത്യ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുകയും ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനാൽ രാഷ്ട്രീയ സിദ്ധാന്ത പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ സിദ്ധാന്തം രാഷ്ട്രീയ ബോധം വളർത്തുകയും ജനാധിപത്യ മൂല്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുകയും ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനാൽ രാഷ്ട്രീയ സിദ്ധാന്ത പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാം റിലേറ്റഡ് ക്ലാസ്സുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ക്ലാസ് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എവ്രിവൺ.